ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓക്കെ, സോ ഈ 2021 ക്വസ്റ്റ്യൻ ആണ്. ഇതൊരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ഈ സർക്യൂട്ടിൽ ഈ ബ്രാഞ്ചിൽ I1 കറണ്ട് ഇങ്ങനെ പാസ് ചെയ്ത് വരികയാണ്. എന്നിട്ട് ഈ കറണ്ട് ഈ ജംഗ്ഷന് വെച്ച് രണ്ടായിട്ട് സ്പ്ലിറ്റായി. ഒന്ന് I2യും പിന്നെ ഒന്ന് I3യും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ I3ൻ്റെയും I1ൻ്റെ റേഷ്യോ ആണ് വേണ്ടത്. ഓക്കെ, 3 ബ്രാഞ്ചിലെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, R1ഉം R2യും R3യും. ഓക്കെ, സോ ഇതുപോലത്തെ കറണ്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ക്വസ്റ്റൻസ് ഒക്കെ ഉണ്ടല്ലോ, നമുക്കൊരു ഷോർട്ട് കട്ട് വെച്ച് ഭയങ്കര ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. ആ ഷോർട്ട് കട്ടാണ് ഷണ്ട് റൂൾ. ഓക്കെ, സോ ഷണ്ട് റൂൾ വെച്ചിട്ട് നമുക്ക് ഈ I2യും I3യും കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കിയത് ഈ R2യും R3യും പാരലൽ അല്ലേ നോക്കിയത്. ഇപ്പോൾ പാരലൽ കോമ്പിനേഷൻ ആണ്, നമുക്കറിയാം രണ്ടിടത്തും വോൾട്ടേജ് സെയിം ആയിരിക്കും അല്ലേ. ഇവിടെ വോൾട്ടേജ് V ആണ്, ഇവിടെയും വോൾട്ടേജ് V ആണ്. അപ്പോൾ രണ്ടിടത്തും വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. ഇനി നമുക്കറിയാം I = V/R അല്ലേ. ഇനി വോൾട്ടേജ് കോൺസ്റ്റന്റ് ആയതുകൊണ്ട് I ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R എന്ന് എഴുതാൻ പറ്റുമല്ലോ. ക്ലിയർ അല്ലേ. ഇനി നമുക്കിപ്പോൾ I2 I3 ആണ് വേണ്ടത് വിചാരിക്കും. അപ്പോൾ I2 = I3 = 1/R2 = 1/R3 എന്ന് എഴുതാമല്ലോ. കാരണം നമുക്കറിയാം I2 ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R2 ആണ് അല്ലേ, I3 ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു R3 ആണ് അല്ലേ. അപ്പോൾ I2 = I3 = 1/R2 = 1/R3 എന്ന് വരും. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ LCM എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കിത് R3 = R2 എന്ന് വരത്തില്ലേ. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് റേഷ്യോ തിരിഞ്ഞു പോകും അല്ലേ. ത്രൂ ഔട്ട് ഒരു R2 R3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇനി റേഷ്യോ കിട്ടിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ I3 ആണ് വേണ്ടത് വിചാരിക്കും. അപ്പോൾ I3 കണ്ടുപിടിക്കാൻ I3ൻ്റെ റേഷ്യോ എടുക്കുക. അപ്പോൾ I3യുടെ റേഷ്യോ ഇവിടെ R2 ആണ്, തിരിഞ്ഞായിരിക്കുന്നത് അല്ലേ. അപ്പോൾ അതിൻ്റെ റേഷ്യോ എടുത്തിട്ട് ടോട്ടൽ റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ടോട്ടൽ റേഷ്യോ എന്ന് പറയുമ്പോൾ R3 + R2 എന്ന് വരും. അപ്പോൾ ടോട്ടൽ റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ത്രൂ ഔട്ട് ഒരു ടോട്ടൽ കറണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇതാണ് I3 കണ്ടുപിടിക്കുന്നത്. കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഇവിടെ ടോട്ടൽ കറണ്ട് എന്ന് പറയുമ്പോൾ I1 ആണ് ടോട്ടൽ കറണ്ട്. അപ്പോൾ ഇവിടെ ടോട്ടൽ കറണ്ടിന് പകരം I1 എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ നമുക്ക് എന്താ വേണ്ട, ഇവിടെ I3/I1 അല്ലേ വേണ്ട. അപ്പോൾ I3/I1 = R2/R3 + R2 എന്ന് വരും. ഓക്കെ, സോ ഓപ്ഷൻ C ആൻസർ R2 / R2 + R3. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് I2 ആണ് വേണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, I2 ആണ് വേണ്ടെങ്കിൽ I2ൻ്റെ റേഷ്യോ എടുക്കുക. അപ്പോൾ ഇവിടെ I2ൻ്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ R3 ആണ്. അപ്പോൾ R3ൻ്റെ റേഷ്യോ എടുത്തിട്ട് ടോട്ടൽ റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ടോട്ടൽ കറണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ റേഷ്യോ എന്ന് പറയുമ്പോൾ R2 + R3 എന്ന് വരും, ഇൻറ്റു ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത് I1 എന്ന് വരും. അപ്പോൾ I2/I1 ആണ് ചോദിക്കുന്നതെങ്കിൽ അത് R3 / R2 + R3 എന്ന് വരും. മനസ്സിലായല്ലോ.